ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ആദരണീയനായ MC കുര്യാക്കോസ് അച്ഛൻ, അസിസ്റ്റന്റ് മാനേജരായിരിക്കുന്ന വന്യനായ ജോസഫ് റംബാശൻ, ഈ അനുഗ്രഹീതമായ പരിശുദ്ധ ദിവസത്തിൽ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന ബഹുമാന്യരായ ഇവരുമേ, വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പരിശുദ്ധ ആലയത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഇവിടെ നിൽക്കുവാൻ ബലഹീന എനിക്ക് അർഹതയുണ്ടോ? സെമിനാരി കാലഘട്ടത്തിൽ അന്ന് അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരനായ ഡോക്ടർ സുമാർ അഴീക്കോട് പരിശുദ്ധ പരിമല തിരുമേനിയെ പറ്റിയുള്ള പ്രഭാഷണത്തിന് കോട്ടയം പഴയ സെമിനാരിൽ വന്നപ്പോൾ ഡോക്ടർ സുമാർ അഴീക്കോടിൻ്റെ ആദ്യ ആമുഖ വാക്ക് പരിശുദ്ധ പരിമല തിരുമേനി തിരുമേനിയല്ല, പരിമള തിരുമേനിയാണ് എന്നുള്ളതാണ്. പരിമളം വരുത്തുന്ന തിരുമേനി മലങ്കര സഭാ മക്കൾക്ക് മാത്രമല്ല, നാനാജാതി മതസ്ഥർക്ക് ദൈവത്തിൻ അനുഗ്രഹങ്ങളും കൃപകളും നേടിക്കൊടുക്കുന്ന അപേക്ഷകൾക്ക് ഉപേക്ഷ കൂടാതെ ഉത്തരമരുളുന്ന തിരുമേനിയാണ്. തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നു തിരുമേനിയുടെ പാവന പാദസ്പർശമേറ്റ അനുഗ്രഹീത പുണ്യഭൂമിയിൽ. തിരുമേനിയുടെ ആത്മാവ് നിറകൊള്ളുന്ന ഈ അനുഗ്രഹീത മണ്ണിൽ നാം ഒരുമിച്ച് ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ട്. പലപ്പോഴും വേദനകളും ഭാരങ്ങളും ഇറക്കി വെക്കുവാൻ ഒരിടമായിട്ടാണ് ഈ കബറിങ്കിലേക്ക്, ഈ ആലയത്തിലേക്ക് നാം കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ കടന്നു വരുമ്പോഴും ചില അവസരത്തിലെങ്കിലും നമ്മുടെ കത്തിച്ച മെഴുകുതിരികൾക്ക്, അർപ്പിച്ച കണ്ണുനീരുകൾക്ക്, സമർപ്പിച്ച നേർച്ച കാഴ്ചകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലയോ എന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഇടവ ശുശ്രൂഷയിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു അനുഭവം ഞാൻ പങ്കുവെച്ചുകൊള്ളട്ടെ. ഞാനായിരുന്ന പള്ളി ഞാൻ പരസ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവിടെ ആരാധനയിൽ സജീവമായ ഒരു വിധവയായ സ്ത്രീ, ഒരാരാധനയിൽ ആദ്യം കടന്നു വരുമ്പോൾ അവർക്കൊരു മകനുണ്ടായിരുന്നു. ഒരു വിവാഹ ജീവിതം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. തൻ്റെ യൗവനത്തിൽ തന്നെ വിധവയായി അവരാകുമ്പോൾ അന്ന് ഗർഭിണിയായിരുന്നു. 6 മാസത്തെ ദാമ്പത്യ ജീവിതത്തിൽ തൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ സ്വപ്നം കണ്ട് അവർ ആ വലിയ ജീവിതത്തിന് വലിയ മോഹങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചു. ജനിച്ച കോമളത്വമുള്ള ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് ദൈവം ദാനമായി നൽകിയ തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങൾക്കുമുള്ള ആ വലിയ പ്രതീക്ഷയായിട്ട് ആ യുവതി, ആ വിധവയാസ്ത്രീ കണ്ടിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുമായി ആരാധനയിൽ സജീവമായി വിശുദ്ധ കുർബാന കഴിഞ്ഞ എല്ലാ വിശ്വാസികളും മടങ്ങിപ്പോയാലും വെള്ളവസ്ത്രം ധരിച്ച പള്ളിയിൽ അതിരാവിലെ വരുന്ന ഈ സ്ത്രീ കുർബാന കഴിഞ്ഞാലും ആ കുഞ്ഞിനെയും അവിടെ വെച്ച് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന പല ദിവസങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് ജനിച്ചപ്പോഴേ ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ എന്ന അസുഖത്തിന് ചികിത്സയിലായിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷയോട് ദിവസത്തിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച ഈ സ്ത്രീ 2 വയസ്സ് ഈ കുഞ്ഞിനാകുമ്പോൾ കുഞ്ഞിൻ്റെ രോഗം മൂർച്ഛിച്ച് തിരുവനന്തപുരം RCCയിൽ ട്രീറ്റ്മെൻറ്റിൽ ഈ ലോകത്തോട് ആ പൈതൽ യാത്ര പറഞ്ഞു. ഞാനിരിക്കുന്ന സമയത്താണ് അതിൻ്റെ സംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്നത്. ഇതിനുശേഷം പിന്നെ പള്ളിയിൽ ആ സ്ത്രീയെ കാണാതായി. അതിൻ്റെ അമ്മായിയപ്പച്ചനും അമ്മായിയമ്മച്ചിയും എന്ന് പറഞ്ഞു, അച്ഛാ അവൾ മുറിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന പോലുമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അവൾക്ക് ആരോടും മിണ്ടണ്ട, അവൾക്ക് ജീവിക്കണ്ട എന്നാണ് പറയുന്നത്. അച്ഛൻ വന്ന് ഉപദേശിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ ചെന്ന് വലിയ പ്രതീക്ഷയോടെ അവർ വീട്ടിൽ ചെന്നു. ആ കണ്ണുനീരിൽ കഴിയുന്ന
ആ വിധവയായ മകൻ നഷ്ടപ്പെട്ട സ്ത്രീയെ വിളിച്ച് ഞാൻ പറഞ്ഞു, എല്ലാം ദൈവ നിശ്ചയമാണ്, നമുക്ക് മറുത്ത് ചോദിക്കുവാൻ അവകാശമില്ല. അതുകൊണ്ട് സംഭവിച്ചെല്ലാം നല്ലതിനെന്ന് തന്നെ കരുതിക്കൊണ്ട് നീ പുതിയൊരു ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം അവരെ ആ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ ഉപദേശിച്ചു. ആ സ്ത്രീ എന്നോട് തിരിച്ചു ചോദിച്ചു, അച്ഛാ, ഇതെൻ്റെ ജീവിതത്തിലായപ്പോൾ ഇത് അച്ഛൻ്റെ ജീവിതത്തിലായിരുന്നെങ്കിൽ എല്ലാം നല്ലതെന്ന് അച്ഛൻ കരുതുമായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോഴും പ്രതീക്ഷയോട് ദേവാലയത്തിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചെൻ്റെ കണ്ണിലിനി കരയുവാൻ കണ്ണുനീരില്ല അച്ഛാ. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പ്രാർത്ഥനയിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട്? ഒരു ദുരന്തമല്ല, ജീവിതത്തിൻ്റെ പ്രതീക്ഷ എൻ്റെ തങ്കവും ഓമന പൈതലിനെ കൂടി ദൈവം തിരിച്ചെടുത്തില്ലേ? എന്തുകൊണ്ട് ഇനിയും എനിക്ക് വിശ്വാസമില്ല? ഇപ്പോഴും പ്രതീക്ഷയോട് ഞാൻ പറഞ്ഞു, മകളെ, ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. പ്രിയമുള്ളവരെ, ഇത് അന്ന് വിശ്വാസപൂർവ്വം എൻ്റെ സഭയിലെ, എൻ്റെ ഇടവയിലെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ വിധവയായ സ്ത്രീക്ക് നൽകിയ ഉപദേശമായിരുന്നെങ്കിൽ, വിശ്വാസത്തോട് പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം അന്വർത്ഥമായത് എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. 6 വർഷത്തിന് ശേഷം ഈ മകളുടെ, ഈ വിധവയായ സ്ത്രീയുടെ വിവാഹം പിന്നെ നടന്നപ്പോൾ എന്നെയും ആ കുടുംബം ക്ഷണിച്ചിരുന്നു. അവിടെ ചെന്ന് ഞാൻ വിവാഹത്തിൽ സംബന്ധിക്കുമ്പോൾ ആ ദിവസത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇവിടെ കല്യാണം കഴിക്കുവാൻ മണവാളിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ അവിടെ 2 വശത്തും 2 ആൺകുഞ്ഞുങ്ങൾ നിൽക്കുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വശാ, ഈ മണവാളിൻ്റെയും ഭാര്യ ക്യാൻസർ വന്ന് മരിച്ചു, 2 ആൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇവർ ആ ഒരു വിവാഹം ആലോചിച്ചപ്പോൾ നല്ലൊരു ഭർത്താവിനെ മാത്രമല്ല ദൈവം അവിടെ കൊടുത്തത്, 2 മക്കളെ. ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ കോമളത്വമുള്ള നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന 2 മക്കൾ ഉൾപ്പെടെയാണ് അവിടെ വലത്തും ഇടത്തും നിന്ന് ആ കല്യാണം, ആ കുദാശയിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം വിശ്വാസത്തോട് പറഞ്ഞ ഒരു വാക്കാണ്. ആഗ്രഹത്തോടും ഒരു വിശ്വാസിയെ ആശ്വസിപ്പിച്ചും കൊണ്ടോട് പറഞ്ഞൊരു വാക്ക് അന്വർത്ഥമായപ്പോൾ സർവശക്തനായ ദൈവം എത്ര വലിയവനാണ് എന്നൊരു തിരിച്ചറിവ്, ആ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമുക്ക് ദൈവം തരുന്നതിൻ്റെ അനുഭവം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും കുശവൻ്റെ കയ്യിലെ കളിമണ്ണായി ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, അല്ലയോ കുശവ, എന്നെ കറിച്ചട്ടിയാക്കരുത്, ഈ കറിച്ചട്ടി തീയത്തിരുന്ന് ചൂടാകേണ്ടതാണ്, മറിച്ച് എന്നെ ഒരു പൂച്ചട്ടിയാക്കാമോ നിനക്ക്? ഈ പൂച്ചട്ടിയിൽ നല്ല പൂക്കൾ വിരിയുമ്പോൾ ആ പൂച്ചട്ടി കൊണ്ട് പൂമുഖത്ത് വെക്കുമ്പോൾ എല്ലാവരും കാണുക, അത് കണ്ട് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും ആസ്വദിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. മറിച്ച് തീയത്തിരുന്ന് ചുടുമ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. മറിച്ച് ഇത് പൊട്ടച്ചട്ടിയാക്കി, ഇത് നിർമ്മിക്കുമ്പോഴേ ബുദ്ധിയില്ലാത്ത, കേൾവിയില്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു ചട്ടിയാക്കി ഇത് മാറ്റരുതെന്ന് കുശവനോട് പ്രാർത്ഥിക്കുവാൻ കളിമണ്ണിന് അവകാശമില്ല. മറിച്ച് ആ കുശവൻ്റെ കയ്യിലെ കളിമണ്ണായി ഞാനും നിങ്ങളുമൊക്കെ ആയിത്തീരുമ്പോൾ ഒരുപക്ഷെ പ്രിയമുള്ളവരെ, ഇത് പൊട്ടച്ചട്ടിയാകാം, കറിച്ചട്ടിയാകാം, പൂച്ചട്ടിയാകാം. ഇതിലെത്ര വലിയ പൂക്കളുണ്ടായാലും എത്ര സൗരഭ്യം വരുത്തിയാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ നഷ്ടമായി കൊഴിഞ്ഞു പോകും. മറിച്ച് കറിച്ചട്ടിയിൽ വേവുന്ന ഭക്ഷണങ്ങൾ രുചിപ്രദമായി കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ആരോഗ്യം, അവർക്ക് കിട്ടുന്നൊരു രുചിയുടെ ആ സന്തോഷം അതെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും എന്തുകൊണ്ട് വരുന്നു? പലപ്പോഴും അടിക്കടിയായ ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ വരുന്നത് എന്തുകൊണ്ട്? ഞാൻ ദേവാലയത്തിൽ വരുന്നു, നേർച്ച സമർപ്പിക്കുന്ന ഈ പരിശുദ്ധൻ്റെ കബറിങ്കിൽ ഇത്ര വെള്ളിയാഴ്ചയായി വന്നൊരാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ഇത് കേൾക്കുന്നില്ലയോ? നമ്മുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അതിനാപ്തവാക്യമായി നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് മഹത്വമുള്ള യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ
27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? നിനക്കറിഞ്ഞുകൂടിയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അർദികളെ സൃഷ്ടിച്ചവൻ. അവൻ ക്ഷീണിക്കില്ല, തളർന്നു പോകില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോവും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ നേർച്ച, എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവം കാണാതെ കടന്നുപോയെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? ഈ വചനത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം ആരും നമുക്കറിയാം. ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ. ദൈവം പേർ ചൊല്ലി വിളിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനം. വിശ്വാസികളെ പിതാ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് ചെറിയ അനുഗ്രഹമൊന്നുമല്ല കൊടുത്തത്, വലിയൊരു അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തു. കടൽക്കരയിലെ മണൽത്തരി പോലെ സന്തതികളുടെ പിതാവായി അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ആദ്യ രാജാവ് ശൗലാണ്, രണ്ടാമത് ദാവീദ്, മൂന്നാമത് ശലോമോൻ. ദാവീദിൻ്റെ മകനായ ശലോമോൻ, സദൃശവാക്യങ്ങൾ എഴുതിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ഞാൻ ഓർപ്പിച്ചത്, സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം ഇസ്രായേൽ. അന്നും ഇന്നും. ഇന്ന് ലോക പോലീസായി അമേരിക്കയൊക്കെ പറയുന്നെങ്കിലും പലപ്പോഴും ലോകത്തിൻ്റെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ, ബുദ്ധി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ജനതയുടെ ബുദ്ധിയും ഒക്കെ ഉണ്ട്. പലസ്തീനിൽ ഒക്കെ പല അതിക്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കാണുമ്പോഴും കണ്ടില്ലെന്ന് ലോക പോലീസും മറ്റ് വലിയ വികസിത രാജ്യങ്ങളും നടിക്കുന്നത് ഇസ്രായേലിൻ്റെ ബുദ്ധിയും ശക്തിയും ഇവർക്കൊക്കെ ആവശ്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി പോലും ഈ അടുത്ത നാളുകളിൽ ഇസ്രായേൽ സന്ദർശിച്ചു ഒരു സ്നേഹബന്ധം പുതുക്കി. ഞാൻ ഓർപ്പിച്ചത്, ദൈവം വിളിച്ച് വേർതിരിച്ച ദൈവജനമാണ് ഇസ്രായേൽ. ബുദ്ധിയുണ്ടവർക്ക്, ശക്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെങ്കിൽ ശലോമോന് ശേഷം ആ ചരിത്രം നാം വായിക്കുന്നത്, ഇവർ തമ്മിൽ സൗന്ദര്യപ്പിണക്കമുണ്ടായി. ഈ സഹോദരങ്ങൾ തമ്മിൽ മത്സരിച്ചു. ആ ശക്തി ക്ഷയിച്ചിരിക്കുമ്പോൾ അയൽ രാജ്യങ്ങളായ ബാബിലോണും അസറിയയും ഈ സമയം നല്ലതെന്ന് കണ്ട് ഇസ്രായേലിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഇസ്രായേലിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക മാത്രമല്ല, ഈ സൗന്ദര്യമുള്ള ഇസ്രായേൽ ജനതയെ ഈ ജാതീയ രാജാക്കന്മാർ നാട്ടിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അടിമകളുടെ ജോലി എന്തെന്ന് നമുക്കറിയാം. അടിമകളുടെ ജോലി ഉടമകളെ സഹായിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആ അന്ന് കാലത്ത് മൃഗങ്ങൾ ചെയ്തിരുന്ന നിലമുഴുവാനും കഠിനമായ കട്ട ചുടുവാനുമൊക്കെയുള്ള വലിയ ഭാരമുള്ള കല്ലുകൾ ചുമക്കുവാനുമുള്ള വലിയ ജോലി കൊടുത്തു ഈ അടിമകളായ ഇസ്രായേൽ ജനതയ്ക്ക്. അവരടിമകളാ, അനുസരിച്ചേ മതിയാകൂ. പ്രിയമുള്ളവരെ, അടിമത്തത്തിൽ കിടന്നപ്പോൾ ഇവർ തിരിച്ചറിഞ്ഞു, യഹോവ വലിയവനാണ്, അവൻ ശക്തനാണ്, അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജനമായ എന്നെ വിടുവിക്കും. ആ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കും തോറും രാജാവിൻ്റെയും ആ സമൂഹത്തിൻ്റെയും ദേഷ്യമേറി വന്നിട്ട് കഠിനമായ ഹീനമായ ജോലിയിലേക്കൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടുപണിയിലേക്കൊക്കെ അവരെ നിർബന്ധിച്ച് അവരുടെ ജീവിതചര്യ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അവരോർത്തു, ഇനിയും യഹോവേ സത്യദൈവത്തെ ഞങ്ങൾ വിളിക്കുന്നില്ല, ആ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞങ്ങളുടെ കണ്ണുനീര് കാണുന്നില്ല. ഒരു പിറുപിറുപ്പൻ വിശ്വാസം വിട്ട് അകലുന്നൊരനുഭവത്തിൽ അവർ പറഞ്ഞു, ഇനി നമുക്ക് ഈ രാജാവിന് ജയ് വിളിക്കാം. ഒരു പക്ഷേ മനസ്സലിഞ്ഞ്
ഈ ജോലിയുടെ കാഠിന്യം കുറച്ച് തന്നേക്കാം, എന്തേലും നമ്മൾ അടിമകളായി ഇവിടെ വന്നുപോയി. ആ ഒരു ചിന്താഗതിയിൽ വിശ്വാസം വ്യതിചലിച്ച് നിൽക്കുന്ന ഇസ്രായേൽ ജനതയുടെ അടുക്കിലേക്ക് അയച്ചത് യെശയ്യാ പ്രവാചകനെയാണ്. യെശയ്യാ പ്രവാചകൻ ചെന്ന് അടിമത്തത്തിൽ വിശ്വാസം വിട്ട് അകലുവാൻ ആഗ്രഹിച്ചു നിന്ന ദൈവജനത്തോട് ചോദിച്ച ചോദ്യമാണ്, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ നേർച്ച, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കണ്ണുനീര് എൻ്റെ ദൈവം കാണാതെ കടന്നുപോയെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത്? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ മുമ്പിൽ പെറുപെറുത്തിട്ടുണ്ട്. ഞാൻ ഈ കൊടുത്ത നേർച്ചകൾ ദൈവം കണ്ടില്ലയോ? എത്ര പള്ളി പെരുന്നാളുകൾ ഞാൻ നടത്തി, എത്ര 8 നോമ്പുകൾക്ക് ഞാൻ പായസം കൊടുത്തു, എത്ര ദുഃഖവെള്ളിയാഴ്ച കഞ്ഞിക്ക് അരി കൊടുത്തു, ഈ പരിമല കബറിങ്കിൽ എത്ര മെഴുകുതിരികൾ ഞാൻ സമർപ്പിച്ചു. ദൈവം കണ്ടില്ലയോ? എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണോ? വീണ്ടും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഏറി വരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുന്നു. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ഈ ഒരു ചിന്തയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 2 വ്യക്തികളെ നമുക്ക് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ഒരു പ്രവാചകനാണ്, ഹബക്കൂക്ക് പ്രവാചകൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ 3 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പ്രവചനമാണ് ഹബക്കൂക്ക് പ്രവചനം. ചിലരെങ്കിലും ചിന്തിക്കും, ഈ ഒരു പ്രവാചകനുണ്ടോ? യെശയ്യാവിനെയും യെരമ്യാവിനെയും ആമോസിനെയൊക്കെ ഞങ്ങൾക്കറിയാം. ഈ ഹബക്കൂക്ക് എന്നൊരു പ്രവാചകനുണ്ടോ? വേദപുസ്തകത്തിൽ ഹബക്കൂക്കിൻ്റെ പ്രവചനം, ഒരു സാധാരണ കർഷകനായ ഒരു മനുഷ്യൻ. ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ 1-ാം വാക്യം 1-ാം അധ്യായത്തിൽ നമ്മളെപ്പോലെ തന്നെ പെറുപെറുത്തോണ്ട, യഹോവേ എത്രത്തോളം അയ്യം വിളിക്കും നീ രക്ഷിക്കാതിരിക്കും, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും നീ കേൾക്കാതിരിക്കും, ഈ ലോകത്തിൻ്റെ സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും നീ രക്ഷിക്കാതിരിക്കും. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ കരയുന്ന ഒരു പ്രവാചകൻ, കരയുക മാത്രമല്ല പരിതപിക്കുന്ന പ്രവാചകൻ. ദൈവമേ, ഞാൻ എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും നീ കേൾക്കുന്നില്ലയോ? നീ ഈ ലോകത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം നിമിത്തം മദ്യപാനിയായ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, രോഗിയായ ഭാര്യയുടെ രോഗം മാറുവാൻ, പഠിക്കുവാൻ മടയരായ കുഞ്ഞുങ്ങളും മിടുക്കരാകുവാൻ, വാർദ്ധക്യത്തിലിരിക്കുന്ന അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ സൗഖ്യത്തിന്, എൻ്റെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ പഠനത്തിന്, വ്യാപാര നഷ്ടത്തിന്, കാർഷിക നഷ്ടത്തിന്, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ എത്രത്തോളം സാഹസം നിമിത്തം ഞാൻ നിലവിളിച്ച് നീ എന്നെ രക്ഷിക്കാതിരിക്കും? പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഹബക്കൂക്ക് പ്രവാചകൻ പാലസ്തീനിലെ ഒരു കർഷകനായിരുന്നു. ഈ പ്രവചനം പൂർത്തീകരിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ 2-ാം അധ്യായത്തിലൊക്കെ പ്രവാചകൻ നിലവിളിക്കുന്നത് ഞരക്കത്തോട്, ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുക. പക്ഷേ 3-ാം അധ്യായം അവസാന വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ കരഞ്ഞ് പരിഭവം പറഞ്ഞ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ആ പരിഭവമെല്ലാം വിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തോട് പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കണ്ട, ഞാൻ ഒത്തിരി അത്തി വെച്ചു, അത്തി തളിർക്കുന്നത് ഫലമുണ്ടാകുവാനാ, മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, മുന്തിരിയിൽ എനിക്ക് കൃഷി നാശമായിക്കോട്ടെ, ഗോശാലയിൽ ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല. 4 കൃഷികൾ അദ്ദേഹം ചെയ്തിരുന്നു. അന്ന് പാലസ്തീനിലുണ്ടായിരുന്ന അത്തി, അത് തളിർത്തില്ല, ഫലമില്ല. മുന്തിരിത്തോട്ടം എല്ലാം നഷ്ടമായി പോയി. ഒലിവ് മരം അതും പോയി. ഗോതമ്പ് വയലുകൾ, നിലങ്ങൾ അതും പോയി. ചെയ്ത കൃഷി മൊത്തം നഷ്ടമായി പൊക്കോട്ട്. അടുത്തത് അദ്ദേഹം പറയാം, ഞാൻ കൃഷിക്കാരൻ മാത്രമല്ല, എനിക്ക് വലിയൊരു മൃഗസമ്പത്തുണ്ടായിരുന്നു. അടുത്തത് പറയുന്നു, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലയിൽ കന്നുകാലി ഉണ്ടാകില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. പ്രിയമുള്ളവരെ, ഇത് ഷൈജുവിശൻ ഉണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല.
വേദോത്സവം ഉള്ളവരെ കൊണ്ടുവന്നിട്ടുള്ളവർ നോക്കാം. ഹബക്കൂക്ക് പ്രവചനം 3-17 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ആമുഖവാക്യം ഹബക്കൂക്ക് പ്രവചനം 1 വാക്യമാണ്. തുടങ്ങിയത് അയ്യം വിളിക്കും നീ കേൾക്കാതിരിക്കും, എൻ്റെ സാഹസം നിമിത്തം, ഈ കൃഷിയുടെ നഷ്ടം നിമിത്തം, കന്നുകാലി ചത്തൊടുങ്ങിയത് നിമിത്തം ഞാൻ നിന്നെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് നീ കേൾക്കാതിരിച്ച് രക്ഷിക്കാതിരിക്കുന്നു എന്ന് ചോദിച്ച പ്രവാചകൻ. ഈ പ്രവചനം പൂർത്തീകരിക്കുന്നത് അത്തി പോട്ടെ, മുന്തിരി പോട്ടെ, ഒലിവ് പോകട്ടെ, നിലങ്ങൾ നശിച്ചു പോകട്ടെ, ആട്ടിൻകൂട്ടവും കന്നുകാലിയും പോകട്ടെ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. വലിയൊരു മാറ്റമാണ് പ്രിയമുള്ളവരെ. അവിടെ പറയാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അവൻ എൻ്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കും, ഉന്നത ശിഖരങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ഇടവ ശുശ്രൂഷയിൽ ഞാനായിരുന്ന ഒരു ദേവാലയം, ആ പള്ളിയുടെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അവിടെ ഞാൻ ചെല്ലുന്ന നാളുകളിൽ വലിയ സമ്പൽ സമൃദ്ധമായ വലിയൊരു പള്ളി, 600 ഫാമിലിയുള്ള വലിയൊരു പള്ളി. ചെല്ലുന്ന സമയത്ത് ഹൗസ് വിസിറ്റിംഗ് പുതിയ വികാരിയുടെ ഒരു ചുമതലയാണ്. എസ്റ്റേറ്റുകളുള്ള റബ്ബറിൻ്റെ നാട്, 100 ഏക്കർ വരെ തോട്ടമുള്ളവരായ ഇടവയിലുണ്ടായിരുന്നു. എല്ലാവരും സംതൃപ്തരാ. 1 ഏക്കറും 2 ഏക്കറുള്ളൊരു സംതൃപ്തര്. കാരണം റബ്ബറിൻ്റെ വില ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഹൗസ് വിസിറ്റിംഗ് ചെന്നു. പ്രിയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വളരെ സന്തോഷത്തോടെ, മക്കളൊക്കെ വിദേശങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ, ഈ റബ്ബറിന് വിലയുള്ളത് കൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെയധികമായിട്ട് ഉണ്ടായിരുന്നു. അപ്പച്ച എന്തുകൊണ്ട് സുഖമാണോ പരിചയപ്പെടാൻ അപ്പച്ചൻ്റെ അച്ഛാ റബ്ബറൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു, സന്തോഷമായിരിക്കുന്നു. നല്ല ചിരിക്കുന്ന മുഖത്തോട് അമ്മച്ചി കാപ്പിയൊക്കെ കൊണ്ടു തന്നു. പ്രിയമുള്ളവരെ, ഒരു 6 മാസം കഴിഞ്ഞില്ല പള്ളി പെരുന്നാൾ. ആ പള്ളി പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാന വരുമാനം ഇടവകൾ കൊടുത്തിരിക്കുന്ന പെരുന്നാൾ വഞ്ചിയായിരുന്നു. പള്ളിയിൽ അനൗൺസ് ചെയ്തു, മുൻപതിവ് പോലെ വികാരിയും കമ്മിറ്റി അംഗങ്ങളും വീട് സന്ദർശിക്കാൻ വരിക, പെരുന്നാളിനുള്ള ചെലവ് ലക്ഷങ്ങളാണ്. നിങ്ങൾ ആ വഞ്ചിയിൽ നിന്ന് നല്ലവണ്ണം തുകയിട്ട് തരണം. ആ സമയത്ത് ഈ പഴയ അപ്പച്ചൻ്റെ വീട്ടിലും അമ്മച്ചിയുടെ വീട്ടിലുമാണ് ചെല്ലുന്നത്. ചെന്ന് മുട്ടി അപ്പച്ചൻ ഈ ആഴ്ച ഇന്ന വീട്ടിൽ വരുമെന്നറിയാം. അച്ഛനും കമ്മിറ്റിക്കാരും ഉണ്ട്, റെസിഡൻറ്റ് സെക്രട്ടറിയും ഉണ്ട്, എല്ലാം അറിയാം. കൂനിപ്പിടച്ച് വന്ന് മുട്ടി തുറന്ന് അമ്മച്ചി വരുന്ന പോലില്ല. അമ്മച്ചി എന്ത്, അമ്മച്ചി അടുക്കളയിൽ നിൽക്കുന്നേ ഉള്ളൂ, എണ്ണിക്കുന്നില്ല. വഞ്ചിയുണ്ടോ, എങ്ങനെയൊക്കെ പോകുന്ന അപ്പച്ച എന്ന് ചോദിച്ചപ്പോൾ പണ്ട് റബ്ബറിന് വിലയൊക്കെ ഉണ്ട്, സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞ അപ്പച്ചൻ്റെ വാക്കുകൾക്കൊരു വ്യത്യാസം വന്നു. അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ ദൈവകൃപയാൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നു. ദൈവകൃപയാൽ തട്ടിയും മുട്ടിയും ഒക്കെ അങ്ങ് പോവുക. കാരണം റബ്ബർ അങ്ങ് പോയി, ഇനിയുള്ള ദൈവകൃപയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ റബ്ബറിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാം അറിയാം. ഇത് വലിച്ചാൽ നീളും, വിട്ടാലങ്ങ് ചുരുങ്ങും. നമ്മുടെയൊക്കെ ധാരണ ഇതുപോലെ, എന്നും ഇങ്ങനെ വലിഞ്ഞ് നീളാമെന്ന് നാം വ്യാമോഹിച്ചിട്ട് കാര്യമില്ല. ദൈവം പറയുമ്പോൾ ഇതെല്ലാം അങ്ങ് ചുരുങ്ങിപ്പോവും. പ്രിയമുള്ളവരെ, സൗന്ദര്യമാകട്ടെ, സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നതൊക്കെ എൻ്റെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങ് പോകുന്ന അവസ്ഥയിലാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപയെന്നുള്ള ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീരുന്നത്. പലസ്തീനയിലെ ഹബക്കൂക്കിന് കൃഷിയെല്ലാം നഷ്ടമായപ്പോൾ കരഞ്ഞു വിളിച്ചെങ്കിലും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വലിയൊരു തിരിച്ചറിവുണ്ടായപ്പോൾ പറഞ്ഞു, കൃഷി പോട്ടെ, മൃഗം പോട്ടെ, എല്ലാം പോട്ടെ, എൻ്റെ ദൈവം വലിയവനാണ്. അവനെന്നെ ഉന്നത ശിഖരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയവനാണ്. യോബ് പറഞ്ഞതുപോലെ, ഞാൻ നഗ്നനായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നു, നഗ്നനായി തിരിച്ചു പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പലപ്പോഴും നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നൊരു വചനമാണ്. പക്ഷേ നെഞ്ചോട് കൈവച്ച് ആത്മാർത്ഥമായി ഇത് പറയാൻ പറ്റുമോ? ഞാൻ എന്ത് പറയും? യഹോവ തന്നെന്ന് പറയുമോ? ഞാൻ പറയും എൻ്റെ കഴിവ്, ഞാൻ അച്ഛനായിരിക്കുന്ന എൻ്റെ കഴിവ്, ഞാനിരിക്കുന്ന സ്ഥാനം എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത് എൻ്റെ കഴിവ്. യഹോവ തന്നു എന്നൊരു വാക്ക് ഉൾക്കൊള്ളുവാൻ എനിക്ക് പലപ്പോഴും സാധിക്കുന്നില്ല.
അടുത്തതെന്താണ്? യഹോവ എടുത്തു. എന്തിനാ എൻ്റെ എടുക്കുന്നത്? എനിക്ക് കുറച്ചുകൂടി തന്നുകൂടെ എന്നൊരു ചിന്തയാണ് നമ്മളെ ഭരിക്കുന്നത്. ഉള്ളത് എടുത്തുകൊണ്ട് പോകാനാണ് ഞാൻ നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നേർച്ച തരേണ്ട ആവശ്യമുണ്ടോ? മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്കുള്ളതിൻ്റെ കൂടെ 10 കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വരുന്നത് പള്ളിയിൽ. നമ്മുടെ ചിന്താഗതി അതാണ്. പക്ഷെ യോബ് തിരിച്ചറിഞ്ഞു, തൻ്റെ 3 പുത്രന്മാർ 7 പുത്രന്മാരും മൊത്തം 10 മക്കളും മരിച്ചപ്പോഴും 1000 ആടുമാടുകളും മൃഗസമ്പത്തും മൊത്തം നഷ്ടപ്പെട്ടപ്പോഴും ആ നീതിമാനായ യോബ് തിരിച്ചറിഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഹബക്കൂക്ക് പ്രവാചകൻ തിരിച്ചറിഞ്ഞു, അയ്യം വിളിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തിൻ്റെ പദ്ധതിയാ. കൃഷി പോകേണ്ടത്, റബ്ബറിൻ്റെ വില ഇടിയേണ്ടതും ഉയരേണ്ടതും ദൈവത്തിൻ്റെ പദ്ധതിയാ. അതിനെ ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സാണ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഫാഗിസ്മന്നാർഹനായ ഔസാത്യോസ് തിരുമേനി സെമിനാരിൽ പഠിപ്പിക്കുമ്പോൾ തിരുമേനി അനേകവട്ടം ഉരുവിടുന്ന ഒരു വാക്കായിരുന്നു, ദൈവമേ, നിന്നെ മറക്കുവാൻ തക്കവണ്ണം എന്നെ ധനികനാക്കരുതേ, നിന്നെ ത്യജിക്കുവാൻ തക്കവണ്ണം എന്നെ ദരിദ്രനാക്കരുതേ. നിന്നെ മറക്കുവാൻ തക്കവണ്ണം എന്നെ ധനികനാക്കരുതേ, നിന്നെ ത്യജിക്കുവാൻ തക്കവണ്ണം എന്നെ ദരിദ്രനാക്കരുതേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധനസമൃദ്ധിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ മറക്കുന്നത് ദൈവത്തെയാ. അങ്ങേയറ്റം താളടിയായി പോകുമ്പോഴും ത്യജിക്കുന്നത് ദൈവത്തെയാ. അതുകൊണ്ട് ദൈവത്തെ മറക്കുവാനോ ദൈവത്തിൽ നിന്ന് അകലുവാനോ എൻ്റെ ജീവിതത്തിൽ ഇടയാകരുത്. ഈ ഹബക്കൂക്കിനെ പോലെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കൃഷി ഇറക്കിയ ഒരു സങ്കീർത്തനക്കാരനുണ്ട്. ഇന്ന് കാർഷിക വിളകളെല്ലാം നഷ്ടമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും ഇത് നഷ്ടമല്ല പ്രിയമുള്ളവരെ. അതിന്ന് ഞാൻ ലക്ഷ്യം വെക്കുന്ന വലിയ നന്മകളുടെ അഹങ്കാരമാണ് പലപ്പോഴും നഷ്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. 126 സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം നമുക്കെല്ലാം സുപരിതമായ ഒരു സങ്കീർത്തനമാണ്. 126 സങ്കീർത്തനം 5-ാം വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നവൻ കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരും. ഇത്ര വ്യക്തമാണ് പ്രിയമുള്ളവരെ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവനെ ആർപ്പോടെ കൊയ്യുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് കണ്ണുനീരില്ല, അനുതാപമില്ല. രാവിലെ വിശുദ്ധ കുർബാനയിൽ അഭിയന്യ തെവദോറോസ് തിരുമേനി പറഞ്ഞു, അനുതാപം ഉണ്ടാകണം. പരിശുദ്ധ മാതാവിൻ്റെ ആ മെസ്സേജ് പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണുനീര് എവിടെ പോയി പ്രിയമുള്ളവരെ? നമ്മുടെ അഹങ്കാരത്തോടെ വിതയ്ക്കുന്നത്, അവിടെയാണ് കൊയ്ത്തിനൊന്നും കിട്ടാത്തത്. ഒരു കർഷകനായ മനുഷ്യൻ തനിക്ക് ലഭിച്ച നെൽമണികൾ 3 ചാക്കിലാക്കി വെച്ചു. അതിലേറ്റവും നല്ലത് ഒരു ചാക്ക് മാറ്റി വെച്ച് എന്തിനെന്നറിയാമോ? അടുത്ത വിതയ്ക്ക് വേണ്ടി നല്ല വിത്താക്കി മാറ്റിവെച്ചു. രണ്ടാമതൊരു ചാക്ക് അവൻ മാറ്റിവെച്ചത് ഇത് കുത്തി അരിയാക്കി അടുത്ത വിളവ് ലഭിക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഉപജീവനം ഭക്ഷണത്തിന് വേണ്ടി. മൂന്നാമത് ഏറ്റവും മോശമായ കുറേ മാറ്റിവെച്ചു, ഇത് വിറ്റ് പൈസ വാങ്ങി എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ ഫീസും കറണ്ട് ചാർജും മറ്റ് ചെലവുകളും നടത്തണം. പ്രതീക്ഷയോടുകൂടി മാറ്റിവെച്ചു. ആ മനുഷ്യൻ അടുത്ത വിളവിന് വേണ്ടി നല്ല വിത്തുമായി വയലിലേക്ക് പോയി. ആ നല്ല വിത്തുമായി വയലിലേക്ക് പോയി അദ്ദേഹം വിതച്ചു. തിരിച്ച് വീട്ടിൽ വന്നു. അദ്ദേഹം വീട്ടിൽ വന്നു 2 ദിവസം കഴിയുന്നതിന് മുമ്പ് ശക്തമായ മഴയോട് ഈ വിതച്ച വിത്ത് ആ മണ്ണിനോട് ചേർന്നൊരു വേര് പിടിക്കുന്നതിന് മുമ്പ് മൊത്തം ഒഴുകിപ്പോയി. ആ മനുഷ്യൻ ആ വയല് കണ്ടുകൊണ്ട് വീട്ടിൽ വന്ന് ഭാര്യയും കുഞ്ഞുങ്ങളെയും വിളിച്ച് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനിയുള്ള അത്ര നല്ല വിത്തല്ല, ഇനി ഇത് കുത്തി അരിയാക്കാനിരുന്നതാ, പക്ഷേ ഇതിനിയും വിതച്ചില്ലെങ്കിൽ, എനിക്ക് അരിയില്ലെങ്കിൽ കുറച്ച് ആരോടെങ്കിലും കടം വാങ്ങാം, വിതച്ചില്ലെങ്കിൽ എന്നേക്കുമായി എൻ്റെ വരുമാനം നിലയ്ക്കുമല്ലോ. പ്രതീക്ഷയോട് തന്നെ ആ വിത്തുമായി ആ മനുഷ്യൻ വയലിലേക്ക് പോയി. തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ പോയി. അവിടെ മഴയൊക്കെ കഴിഞ്ഞ് ആ മഴയത്ത് വന്ന ആ മണ്ണിൽ അദ്ദേഹം ആ വിത്ത് വിതച്ചു. കൂടിച്ചിട്ട് വളം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു.
ഇതറ്റം മോശം വിത്താണല്ലോ, കിളിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിഞ്ഞു, നാമ്പെടുത്തു, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. പക്ഷെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ശക്തമായ മഴ, വലിയ മട, ആ തോടിൻ്റെ മട പൊട്ടി ഏക്കർ കണക്കിനുള്ള വയലുകളെല്ലാം മുങ്ങിപ്പോയി. കുട്ടനാടൻ നാടുകളിലുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. പ്രതീക്ഷയോട് വിതച്ച് ഇതെല്ലാം വെള്ളം കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സ്ഥിതി. പ്രിയമുള്ളവരെ, ഈ മനുഷ്യനും ഭാര്യയും കുഞ്ഞുങ്ങളും വന്ന് കരഞ്ഞു, ദൈവം ഏറ്റവും മോശം അരി, ഇത് വിറ്റിട്ട് വേണം കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ, പക്ഷേ ഇനി മാർഗമില്ല. മഴയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല. അത് ശരിക്കും കരഞ്ഞുകൊണ്ടാണ് പോയത്. ഈ പന്ന അഴിയും തോളിൽ വെച്ച് അപ്പനും മക്കളും കൂടെ കരഞ്ഞോണ്ട് പോയി. അതിലിടാൻ വളമിടാൻ പൈസയില്ല, പക്ഷെ കണ്ണുനീരതി വിതച്ചു. പ്രിയമുള്ളവരെ, ആ സങ്കീർത്തനക്കാരനാ പറഞ്ഞത്, കണ്ണുനീരോടെ വിതയ്ക്ക്. ആ മനുഷ്യന് ലഭിച്ചു. എക്കലടിഞ്ഞ ആ മണ്ണിൽ, വളമിടാത്ത മണ്ണിൽ, കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ നനവുണ്ടായിരുന്ന മണ്ണിൽ 100 മേനി വിളവ് ലഭിച്ചു. പ്രിയമുള്ളവരെ, അവൻ എഴുതിയതാണ്, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നവനെ കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് വരുള്ളൂ. ഇന്ന് പലപ്പോഴും അഹങ്കാരത്തിന്റെ ലോകത്തില്, ധനസമൃദ്ധിയുടെ ലോകത്തില്, സ്ഥാനമാനങ്ങളുടെ ലോകത്തില് കുഞ്ഞുങ്ങളെ കണ്ട് അഹങ്കരിക്കുമ്പോൾ, കുടുംബത്തെ കണ്ട് അഹങ്കരിക്കുമ്പോൾ, പണം കണ്ട് അഹങ്കരിക്കുമ്പോൾ ദൈവം ഒരടി തരും. പ്രിയമുള്ളവരെ, ഒന്ന് കരഞ്ഞ് സമർപ്പിച്ച്. വയലിൽ നിൽക്കുന്ന വിത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. നെൽമണികൾ, ഗോതമ്പ് മണികൾ, അത് നിറയുമ്പോൾ അത് തല കൂമ്പും. പക്ഷെ അതിൽ കളകൾ, മങ്കുകൾ, കള നിൽക്കുന്ന ചെടികൾ, അത് ഷോ ഉണ്ട്, നിവർന്ന് നിൽക്കും, പക്ഷെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ദൈവസന്നിധിയിൽ ഒന്ന് തല കുനിക്കുമ്പോൾ, ഒന്ന് താണു കൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ, രോഗങ്ങളുടെ, ദുഃഖങ്ങളുടെ നടുവിന്ന് അവൻ വിളിച്ച്, അവൻ കരം പിടിച്ച്. ഇവിടെ ഹബക്കൂക്ക് പറഞ്ഞു, അവൻ എന്നെ ഉന്നത ശിഖരങ്ങളിലേക്ക് നടക്കുമാറാക്കുന്ന ദൈവമാ. ഇന്ന് എൻ്റെ അത്തി തളിർക്കണ്ട, എൻ്റെ മുന്തിരി പോകട്ടെ, എൻ്റെ ആടുമാട് പോകട്ടെ, ഇതെല്ലാം എനിക്കിപ്പം നഷ്ടമായിക്കോട്ടെ, പക്ഷെ ഞാൻ വിളിക്കുന്ന ദൈവം എന്നെ താളടിയാക്കാതെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായ ദൈവം, ഉന്നത ശിഖരങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള ദൈവത്തെ ഞാൻ വിളിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ മുമ്പിൽ രോഗങ്ങളും ദുഃഖങ്ങളും ഇത് താൽക്കാലികമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞതായി നിങ്ങളാരും കരുതണ്ട. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യവാക്യം നമുക്ക് സുപരിതമാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം. ഈ പരിശുദ്ധ പരിമൾ തിരുമേൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആത്മീയ നിറവുള്ള ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു സമൂഹമാണ് നമ്മൾ. ഈ തിരുമേൻ്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും പരിമൾ തിരുമേൻ്റെ മുമ്പിൽ കടന്നു വരുമ്പം അപ്പൻ അങ്ങ് പോയി, അമ്മ മരിച്ചുപോയി, സഹോദരങ്ങൾ പോയി, രോഗമാണ്, നാളെപ്പറ്റി പ്രതീക്ഷയില്ല, കുഞ്ഞിനെ ആര് വളർത്തും, പല പ്രശ്നങ്ങളുമായിട്ട് ഈ കടന്നു വന്നിരിക്കുന്ന ഞാനും നിങ്ങളും. ആരായിരുന്നു ഈ പരിമൾ തിരുമേനി? കൊച്ചൈപ്പുര ആ ഗീവർഗീസ്, കൊച്ചുമത്തായുടെയും മറിയാമ്മയുടെയും മകനായ കുഞ്ഞ്, ആ കൊച്ചു തിരുമേനി ജനിച്ചപ്പോൾ നാം ഓർക്കണം, ജനിച്ചപ്പോൾ ഈ ഭൂമിയിലേക്ക് അവതരിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അമ്മ ലോകത്തോട് യാത്ര പറഞ്ഞു. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്തു പറയും? അവൻ കാലെടുത്ത് വെച്ചപ്പോഴേ ആ തള്ളയങ്ങ് പോയെന്ന് പറയും. പക്ഷെ പ്രിയമുള്ളവരെ, പാലൂട്ടണ്ട, മാറോടണച്ച് ആ അമ്മയുടെ ചൂട് കൊടുക്കേണ്ട അമ്മ പോയപ്പോഴും ഈ കുഞ്ഞ് ഗീവറിസ് കൊച്ചൈ പോരെ വളർത്തുവാൻ ദൈവം തമ്പുരാൻ അവിടെ നിയമിച്ചാക്കിയ മറ്റൊരാളുണ്ട്, മൂത്ത സഹോദരി. ആ പേര് തന്നെയാണ് അമ്മ കൊടുത്തത്, മറിയാമ്മ. തൻ്റെ മൂത്ത മകൾക്ക് കൊടുത്ത പേര് മറിയാമ്മ. ഈ അമ്മ പോയപ്പോൾ മൂത്ത സഹോദരി അമ്മയുടെ സ്ഥാനത്ത് ഈ കൊച്ചു തിരുമേനിയെ ബാല്യത്തിൽ ശിശുവായിരുന്ന കാലഘട്ടത്തിൽ വളർത്താൻ ഉണ്ടായിരുന്നു. അവിടെ വളർത്താൻ മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ സൈക്കോളജി നാം പഠിക്കുമെങ്കിൽ, ഇവിടെ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ
അവരുടെ പ്രായത്തിലോ അതിനോട് അടുത്തുള്ള കുഞ്ഞുങ്ങൾ ഇരിക്കുന്നെങ്കിൽ അവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രായമുള്ളവരെയോ യുവാക്കളെയോ യുവതികളെയോ അവർക്ക് വേണ്ട. അവരുടെ പ്രായത്തിലുള്ളവരോടാണ് അവർക്കിഷ്ടം. ഈ കൊച്ചൈപ്പോരായ്ക്ക് കൂട്ടിന് ഈ മൂത്ത സഹോദരിയുടെ മക്കള് കളിക്കൂട്ടുകാരായി ഉണ്ടായിരുന്നു. നമ്മോർക്കണം, അമ്മ ഈ ലോകത്തോട് ദൈവം വിളിച്ച് അടുപ്പിച്ചുവെങ്കിൽ, ദൈവസന്നി മധ്യസ്ഥ അണയ്ക്കാൻ ആ അമ്മയെ ദൈവം അടുപ്പിച്ചെങ്കിൽ, മൂത്ത സഹോദരി, അതേ പേരുള്ള മൂത്ത സഹോദരിയും ഈ കുഞ്ഞിന് കളിക്കുവാൻ ആ സഹോദരിയുടെ കുഞ്ഞിനെയും ദൈവം കൊടുത്തവനാ. ജീവിതത്തില് പ്രതിസന്ധികളുടെ മുമ്പില്, വേദനകളുടെ മുമ്പില് ഈ പരിശുദ്ധന്റെ കബറിടത്തിലേക്ക് വരുമ്പോൾ ഇത് ദൈവം തരുന്നത് അവന് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം. ഇവിടെ എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5-ാം എബ്രായലേഖനം 12-ാം അധ്യായം 5-ാം വാക്യം വേദപുസ്തകമുള്ളവർക്ക് നോക്കാം. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, അവൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു, അപ്പൻ മക്കളോടെന്ന പോലെ. ഇത്ര വ്യക്തമായിട്ടാണ് പ്രിയമുള്ളവർ എഴുതി വെച്ചിരിക്കുന്നത്. മകനെ, മകളെ, കർത്താവിൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത്. കർത്താവിൻ്റെ ശിക്ഷ നീ നിരസിക്കൽ. എനിക്ക് ശിക്ഷ വേണ്ട, എന്നെ തല്ലല്ലേ, എനിക്ക് രോഗം വേണ്ട, എനിക്ക് വേർപാട് വേണ്ട, എനിക്ക് വേദന വേണ്ട, നീ പറയരുത്. കാരണം താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, കൈക്കൊള്ളുന്ന മകനെ തല്ലുന്നു. ചില അപ്പനമ്മയും പറയും, നീ ശരിയാവില്ലടേ, ഇനി നിന്നെ തല്ലിയിട്ട് കാര്യമില്ല. എവിടാ പറയുന്നത്? എത്ര തല്ലി ശരിയാകാതെ വരുമ്പം പറയുന്നൊരു വാക്ക്. എന്നാൽ പോലും അമ്മയുടെ അപ്പൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മകനെ പറ്റി സ്നേഹമുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ എബ്രായലേഖനം 12-ാം അധ്യായം തുടർന്നുള്ള വചനങ്ങൾ വളരെ ശ്രദ്ധേയമായ വചനങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ, പ്രതിസന്ധികളെ മുമ്പിൽ നിൽക്കുമ്പോൾ എബ്രായലേഖനം 12-ാം അധ്യായം നിങ്ങൾ വായിക്കണം. ദൈവവചനം വളരെ ശക്തമായ ഭാഷയിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഈ ബാലശിക്ഷ നിങ്ങൾ സഹിക്കണം. ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയാണ്? അതിനുശേഷം പറയുകയാണ്, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോയല്ലോ. ആത്മാവിൻ്റെ പിതാവിന് എത്ര അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ എന്ന് മനസ്സിലാക്കിക്കുക എല്ലാവരും. ജഡസംബന്ധമായ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ കീഴടങ്ങി ജീവിച്ചത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്, വളർന്നത്. ഞാൻ തീയെ തൊടാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ കൈ പൊള്ളും. ഞാൻ വീണ്ടും മെഴുകുതിരി പിടിക്കാൻ പോയപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ അടിച്ചു. ഞാൻ കുഴിയിലേക്ക് വീഴാതെ അപ്പൻ കയ്യെ പിടിച്ചു. എനിക്ക് കുഴി ചാടണമെന്നുണ്ടായിരുന്നു, വെള്ളത്തിലൊന്ന് ഇറങ്ങണമെന്നാണ്. പക്ഷേ വെള്ളത്തിൽ വീണ് ഞാൻ മുങ്ങാതിരിക്കാൻ അപ്പൻ എൻ്റെ കയ്യെ മുറുക്കി പിടിച്ചു. വീണ്ടും കുസൃതി കാണിച്ച് ചെവിക്ക് പിടിച്ച് കറക്കി. മറക്കരുത് പ്രിയമുള്ളവരെ, ജഡസംബന്ധമായ എൻ്റെ പിതാക്കന്മാര് എന്നെ തല്ലിയത് ഞാൻ നന്നാവാനായിരുന്നു. എൻ്റെ ആത്മാവിൻ്റെ പിതാവിന് എത്ര അധികമായി ഞാൻ കീഴടങ്ങണമെന്ന് നാം ചിന്തിക്കണം. അതെൻ്റെ രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രതിസന്ധി ആകട്ടെ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളിലും എൻ്റെ ദൈവം തരുന്ന ആ ശിക്ഷയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഇവിടെ പറയുകയാണ്, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല. എബ്രായലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിച്ചേ. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല, എന്നാൽ അതിൽ അഭ്യാസം എന്നവർക്ക് നീതി എന്ന കിരീടം ലഭിക്കും. അതുകൊണ്ട് തളർന്ന കൈയും കുഴിഞ്ഞ മുഴങ്കാലും ഒന്ന് നിവർത്തിക്കേ. ഇവിടെ വന്ന് കുറച്ചു നേരം കൊണ്ടിരിക്കുക. അച്ഛാ, ഈ തിരുമേനിയുടെ കബറി വന്ന് എൻ്റെ മുട്ടിൻ്റെ വേദനയൊന്ന് തിരുമേനി അങ്ങ് എടുത്താട്ടും. ഇവിടോട്ട് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തൽക്കാലമാണ് ദൈവം തന്നത്. നിന്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥ നീ കടന്നു വരുമ്പോൾ ഇത് തൽക്കാലമാണ് തന്നത്. ഇതെന്നേക്കും തല്ലതല്ല. വ്യക്തമായി പറഞ്ഞ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷമല്ല. നിത്യമായ സന്തോഷമല്ലെന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല. തൽക്കാലം, കുറച്ച് കാലഘട്ടം.
പരിശുദ്ധ പരിമല തിരുമേനിയുടെ അനുഭവത്തിലെ അടുത്ത ചിന്ത, ഗീവരീസ് ഷമ്മാസിനെ നമുക്കറിയാം. മുളന്തുരുത്തി ചാത്തുരുത്തി തറവാട്ടിലെ ഗീവരീസ് ഷമ്മാസിനെ പറ്റി വലിയ പ്രതീക്ഷ കുടുംബാംഗങ്ങൾക്കുണ്ടായിരുന്നു. പിതൃ സഹോദരൻ ഗീവരീസ് മൽപ്പാന്, സുറിയാനി പണ്ഡിതനായ ഗീവരീസ് മൽപ്പാന്, അന്ന് ലോകത്തെ നാട്ടിലൊക്കെ വസൂരി രോഗം കഠിനമായി പിടിപെട്ട കാലഘട്ടത്തിൽ ഈ മൽപ്പാനശൻ മരിക്കുമെന്ന് എല്ലാവരും എഴുതി, മരുന്നൊന്നുമില്ല, അതും പ്രത്യേക വസൂരിയായിരുന്നു, അതിനി രക്ഷയില്ല. പക്ഷെ ഷമ്മാശൻ പറഞ്ഞു, എൻ്റെ അപ്പനാണത്, എൻ്റെ ആത്മീയ പിതാവാണ്, എനിക്ക് സുറിയാനി അക്ഷരങ്ങൾ, പരിമല തിരുമേനിയുടെ ലിപികൾ, അക്ഷരങ്ങൾ, എഴുത്തുകൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ കാണും. കണ്ടിട്ടുണ്ടെങ്കിൽ വടിവത്ത എഴുത്തുകൾ. സുറിയാനി പണ്ഡിതനായ ഗീവരീസ് മൽപ്പാനശൻ ചൊല്ലും ചോറും കൊടുത്ത് പഠിപ്പിച്ചതാണ് ഈ കൊച്ചു തിരുമേനി, കൊച്ചു ഷമ്മാശനെ. പ്രിയമുള്ളവരെ, ഈ ഷമ്മാശൻ ആ വലിയച്ഛനെ, പിതൃ സഹോദരനെ ശുശ്രൂഷിച്ചു. പിതൃ സഹോദരൻ മരിച്ചു, ഷമ്മാശനും രോഗം വന്നു. അവിടെ ഷമ്മാശൻ രോഗം വന്നപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു സങ്കീർത്തനമായിരുന്നു പ്രാർത്ഥന, 121 സങ്കീർത്തനം. അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിങ്കിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിലാകുന്നു. പ്രിയമുള്ളവരെ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ പറഞ്ഞു, മോനെ ഇത് തീക്കളിയാ, വസൂരിയാ, എന്തായാലും വല്യപ്പച്ചൻ അച്ഛൻ പോകും, അച്ഛന് രക്ഷയൊന്നുമില്ല, നീ കൊച്ചു ഷമ്മാശനാ, നീ ശുശ്രൂഷിക്കണ്ട, അച്ഛൻ്റെ കാലമൊക്കെ തീർന്നതാ. പക്ഷെ ഷമ്മാശൻ പറഞ്ഞില്ല, എൻ്റെ പിതാവാ, ശുശ്രൂഷിച്ചു, രോഗം പിടിച്ചു. പക്ഷെ അന്നേരം എല്ലാവരും പിന്നെ അടുത്തില്ല. അവിടെ ഈ ഷമ്മാശൻ ഇരുന്ന് സങ്കീർത്തനം വായിച്ചത് ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ ഒരു സങ്കീർത്തനമായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിങ്കിലേക്ക് സ്വർഗത്തിൽ ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി കർത്താവിൻ്റെ സന്നിധിയിലാകുന്നു. ഈ മണ്ണിൽ, ഈ പള്ളിയിൽ, ഈ കബറിടത്തിൽ വന്നിരുന്ന് വേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധൻ ദൈവത്തിൽ അർപ്പിച്ചൊരു വിശ്വാസം, അത് ജാതിയുടെ മതത്തിൻ്റെ വേർതിരിവില്ല, സഭയുടെ വിഭാഗീയതയുടെ വേർതിരിവില്ല. കണ്ണുനീരോട് പ്രാർത്ഥിച്ചാട്ട് എൻ്റെ സഹായം ആകാശവും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വരും, മാറ്റമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ഹബക്കൂക്ക് പ്രവാചകൻ, പ്രതീക്ഷ കൈവിട്ട പ്രവാചകൻ, നഷ്ടത്തിൻ്റെ മുന്നിൽ ദൈവസന്നിധി നിലവിളിച്ച പ്രവാചകൻ. ദൈവം നമ്മെ ഓർപ്പിക്കുന്ന, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, ശാസിക്കുമ്പോൾ മുഷിയരുത്. ഏത് ശിക്ഷയും തൽക്കാല സന്തോഷമല്ല, ദുഃഖമാണെങ്കിലും അതിൽ അഭ്യാസം വന്നവർക്ക് നീതിയുടെ കിരീടം ലഭിക്കും. അതുകൊണ്ട് തളർന്ന കൈയും കുഴഞ്ഞ കാലുമൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. രണ്ടാമതൊരു വ്യക്തിയെ കൂടി പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് സുപരിതനായ വ്യക്തിയാണ്, മറ്റാരുമല്ല. ഈ പരിശുദ്ധമായ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത് പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമത്തിലാണ്. ധാരാളം ദേവാലയങ്ങൾ, സെൻറ്റ് പീറ്റേഴ്സ്, സെൻറ്റ് പോൾസ് ദേവാലയങ്ങളുണ്ട്. പരുമലപ്പള്ളി അപ്രകാരമാണ്. പത്രോസ് ലീഹ കർത്താവിൻ്റെ സ്നേഹിക്കപ്പെട്ട ശിഷ്യ സമൂഹത്തിലെ കൂടുതൽ സ്നേഹിച്ച എല്ലാ അനുഭവത്തിലും കൂടെ നിന്ന് കർത്താവിൻ്റെ കുരിശിനെ തലകീഴായി ചുംബിച്ച് മരിച്ച സാക്ഷ്യമരണം പ്രാപിച്ച വ്യക്തിയാണ് പൗലോസ് ലീഹ, ജാതികളുടെ അപ്പോസ്തലൻ. എനിക്ക് രണ്ടാമതായി നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ പൗലോസാണ്. ആരായിരുന്നു പൗലോസ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ശൗലായിരുന്നു പൗലോസ്. ശൗലായിരുന്നപ്പോഴുള്ള അനുഭവം നിങ്ങൾക്കറിയാം. പൗലോസ് ലീഹ തന്നെ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ യഥാർത്ഥ സാക്ഷാൽ ഇസ്രായേലിയൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഞാൻ മറ്റപ്പോസ്റ്റലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല, കർത്താവിൻ്റെ കൂടെ നടന്ന ഈ അപ്പോസ്റ്റലന്മാരെക്കാളും ഞാൻ കുറഞ്ഞവനൊന്നുമല്ലെന്ന് പൗലോസിനെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് എഴുതുവാൻ ഒത്തിരി കാര്യമുണ്ട്. പൗലോസ് ലീഹ ശൗലായിരുന്നു, ധനിക കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. അന്ന് കുതിരപ്പുറത്ത് പോകുന്നത് ഇന്ന് BMW, ബെൻസ് കാറിൽ പോകുന്ന അനുഭവമായിരുന്നു. എല്ലാവർക്കും ഒന്നും കുതിരയില്ല. കുതിരപ്പുറത്ത് സവാരി ചെയ്തവനാ. അന്ന് ഗമാലിയേൽ എന്ന് പറയുന്ന യഹൂദ റാബിയുടെ പാദപീഠത്തിലിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്
ന്യായപ്രമാണം പഠിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരന് കാമ്യമായിരുന്നില്ല. അവിടെ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം ഹൃദിസ്ഥമാക്കിയ ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്ന പോലെ വ്യക്തിയായിരുന്നു. ഭാഷകളറിയാം, ആരോഗ്യമുണ്ട്, പണമുണ്ട്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തീവ്രവാദ മനസ്സോട് ഇറങ്ങിത്തിരുന്ന ശൗലിനോടാണ് കർത്താവ് പറഞ്ഞു, ശൗലേ ശൗലേ നീനെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് പറഞ്ഞപ്പോൾ ആ തൻ്റെ കണ്ണിൽ നിന്ന് അതുവരെ കണ്ടിരുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ കൺചെതുമ്പലുകൾ താഴെ വീണപ്പോൾ ജീവിതത്തിൻ്റെ രൂപാന്തരമായി പൗലോസായി മാറുകയാണ്. പ്രിയമുള്ളവരെ, പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. പിന്നെ കുതിര വേണ്ട, അവിടെ പട്ടിണി, ഉറക്കിളപ്പ്, തടവ്, പീഡനം, ശിക്ഷകൾ, നഗ്നത എല്ലാം ഈ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ സഭയ്ക്ക് പരിശുദ്ധ പൗലോസ്ലീഹ നട്ട് നനച്ച് വളർത്തിയതാണ് ആദ്യ ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ സഭ. എഫേസസില്, ഗലാത്യയില്, കൊരിന്ത്യയില് ആദ്യ ക്രിസ്തീയ സഭ മൊത്തം പൗലോസ് നട്ട് നനച്ച് വളർത്തിയതാ, കഷ്ടപ്പെട്ട് വളർത്തിയതാ. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനം, 2-ാം ലേഖനം, അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 7-ാമത് വാക്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2-ാം ലേഖനം, 12-ാം അധ്യായം, 7-ാം വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എൻ്റെ ജഡത്തിലൊരു ശൂലം തന്നു. പൗലോസ്ലീഹായ്ക്ക് ഒത്തിരി കഴിവുണ്ടായിരുന്നു. ഒന്ന്, ദർശനം, വെളിപ്പാടുകൾ കാണുവാൻ, പ്രസംഗിക്കുവാൻ. പൗലോസിൻ്റെ ഭാഷാ ശക്തി അതൊക്കെ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് ഈ പുതിയ സഭകൾ അന്ന് പൗലോസിൻ്റെ പ്രസംഗം കേട്ട് പലയിടത്തും കൂട്ടായ്മയിലൂടെ ഈ ക്രിസ്തീയ സഭ വളർത്തപ്പെട്ടു. മൈലുകൾ താണ്ടി അവിടെ ഇവിടെ ഓടി നടന്ന് പ്രവർത്തിച്ചു. നല്ല ദർശനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇവിടെ പൗലോസ് കൊരിന്ത്യ സഭയോട് എഴുത്തെഴുതുകയാണ്, വെളിപ്പാടുകളുടെ ദർശനങ്ങളുടെ ആ അഹങ്കാരത്താൽ ഞാൻ നിഗളിപ്പാതിരിപ്പാൻ എൻ്റെ ജഡത്തിലൊരു ശൂലം തന്നു, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. വേദപണ്ഡിതന്മാർ, പൊളയും തിയോളജി ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ ഇവിടെ വേദപണ്ഡിതന്മാർ പറഞ്ഞത് പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം ഹൃദയവേദനയാണ്. കാരണം ശൂലം കൊണ്ട് കുത്തുന്ന, മുട്ടുസൂചി കൊണ്ട് കുത്തുന്ന പോലാണ് ഹൃദയത്തിന് അസുഖം വരുന്നവർക്ക് വേദന ഉണ്ടാകുന്നത്. കുത്തി വേദന, അവരാ വേദന കൊണ്ട് പൊളഞ്ഞു പോകും, ഹൃദയത്തിനുണ്ടാകുന്ന വേദന. പൗലോസ് പറയുകയാണ്, അതിനുശേഷമുള്ള വചനങ്ങൾ എപ്പോഴാണ് വായിക്കുന്നത്? ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഷൈജുവച്ചൻ പ്രാർത്ഥിച്ച പോലെ, ഇവിടെ ഇരിക്കുന്നവർ പ്രാർത്ഥിച്ച പോലല്ല. കാരണം ആധികാരികമായി പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് പറഞ്ഞ നിമിഷം ഞാൻ എൻ്റെ ജോലി വിട്ട് നിന്റെ കൂടെ ഇറങ്ങിയവനാ. ഈ ലോകം നടന്ന് ഞാൻ സഭ സ്ഥാപിച്ചവനാ. എൻ്റെ കുതിരയും വിട്ട് ഞാൻ പട്ടിണി കിടന്നവനാ. ഞാൻ ജയിലിൽ കിടന്നവനാ. ഇതേണ്ട എൻ്റെ നെഞ്ചിന്, ഹൃദയത്തിന് രോഗം വന്നപ്പം ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക, ഇതൊന്ന് മാറ്റിത്തരണമേ. 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം. 10 വെള്ളിയാഴ്ച വന്നവരുണ്ട്, 40 വെള്ളിയാഴ്ച വന്നവരുണ്ട്, ഇത്ര മാസം വരാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഒരു ടേം കഴിഞ്ഞു, 40 വെള്ളി കഴിഞ്ഞു. എൻ്റെ അച്ഛാ, കൊച്ചുങ്ങളുടെ പഠിത്തം എങ്ങും എത്തിയില്ല. അച്ഛൻ ഗൾഫില്, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക അച്ഛൻ്റെ ജോലി ഗൾഫില്. 40 വെള്ളി ഇവിടെ ഞാൻ വന്നു. എന്ത് ഈ പരിമല തിരുമേനി കേൾക്കുന്നില്ല? ആ പ്രാർത്ഥന അങ്ങോട്ട് കൊടുത്തില്ലയോ? പ്രിയമുള്ളവരെ, 1 അല്ല 3 വട്ടം പ്രാർത്ഥിച്ചു, ആധികാരികമായ അവകാശത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ പൗലോസിനോട് കർത്താവ് പറഞ്ഞില്ല, ആട്ട് പൗലോസേ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ ജഡത്തിലെ ശൂലം മാറട്ടെ എന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ പത്തനംതിട്ടയാണ്, എൻ്റെ സ്വദേശം പ്രക്കാനമാണ്. മാക്കാങ്കുന്ന് കൺവെൻഷൻ, മാരാമൺ കൺവെൻഷൻ്റെയൊക്കെ ഒരു നാട്ടിൽ ആ ഒരു സമയത്ത് ഒത്തിരി
വാക്യ ബോർഡുകൾ അവിടെ ആ കൺവെൻഷൻ നഗറിൽ വിറ്റുപോകും. പഴയ കാലത്ത് ഒത്തിരി വിറ്റുപോകുന്നൊരു വാക്യമായിരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കൺവെൻഷന് പോയാൽ ഈ ഒരു വാക്യം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് തൂക്കിയിടും. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം ഡിസൈനാണ്, ഫോട്ടോയും വാക്യവും തൂക്കാൻ ഇരിക്കുന്ന എത്ര പേരെ വീടുകളിലുണ്ട്. പഴയ പിതാക്കന്മാർ വിശ്വാസമായിരുന്നു, വേദന വരുമ്പം രോഗം വരുമ്പോൾ ആ വാക്യം ഒന്ന് നോക്കി പോയി വേദോത്സവം എടുക്കാൻ സമയമല്ല, അതേ നോക്കിയിരുന്നു. എൻ്റെ കൃപ ദൈവകൃപയുണ്ടല്ലോ, അവരിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ കൃപ നിനക്ക് മതി എന്നതിൽ പൂർണ്ണമല്ല ആ വാക്യം. അവിടെ കർത്താവ് അവനോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്താണ് ബലഹീനത? പ്രിയമുള്ളവരെ, ബലഹീനത എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ രോഗം എൻ്റെ ബലഹീനതയാ, സാമ്പത്തിക പ്രതിസന്ധി എൻ്റെ ബലഹീനതയാ, പരിഹാസം നിന്ന എൻ്റെ ബലഹീനതയാ, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാത്ത ബലഹീനതയാ, എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന ബലഹീനതയാ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തത് ബലഹീനതയാ, ഞാൻ നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം എൻ്റെ ബലഹീനതയാ. മറന്നു പോകരുത്. അവിടെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തി നിന്റെ ഈ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്, മറക്കരുത്. പ്രിയമുള്ളവരെ, 1999 ഡിസംബർ മാസം ബലഹീന എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാത്ത എൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ പഠിപ്പിക്കലിൻ്റെ മാസമായിരുന്നു. സെമിനാരി പഠനത്തിന് ശേഷം ഭാഗ്യസ്മരണാർഹനായ ഔസേബിയസ് തിരുമേനി ദേവലോ അരമനെ മലങ്കര സഭയുടെ ഔദ്യോഗിക മാസികയുടെ ചുമതല കുറച്ചു കാലം എന്നെ ഏൽപ്പിച്ച ആ നാളുകളിൽ ശാസ്താംകോരക്ക് അവിടങ്ങിയിരിക്കുന്ന മത്യു സിദിയൻ ബാബ, ഏഞ്ചൽ ബാബ ആ കാലഘട്ടത്തിൽ മലേഷ്യ സിംഗപ്പൂർ പോകുമ്പോൾ പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു. എനിക്ക് അവിടെ ഒരു ചെറിയ കൂടെ പോയവരുടെ കൂടെ പോകുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതാദ്യമായിട്ട് വിമാനം കാണുന്ന, ഒരു പാസ്പോർട്ട് കാണുന്ന ഒരു കൊച്ചു ഷമ്മാസിൻ്റെ പ്രതീതിയോടുകൂടി ബാബയുടെ കൂടെ യാത്ര ചെയ്യാൻ കിട്ടിയ വലിയ ഭാഗ്യം മനസ്സിൽ കണ്ട് ഞാൻ പോയി. സിംഗപ്പൂരിൽ ചെല്ലുമ്പോൾ ആ വലിയ ബാബയ്ക്ക് വലിയ ആഗ്രഹത്തോടെയാണ് പോയത്. ശാസ്താംകോട്ടയിൽ ഒരു ബൈബിൾ കോളേജ്. അന്ന് 1999 ഡിസംബറിൽ സിംഗപ്പൂർ പള്ളിയിൽ തിരുമേനിയുടെ പ്രസംഗം, എൻ്റെ മക്കളെ, വൈദികർക്ക് സെമിനാരിയുണ്ട്, അൽമായക്കാർക്ക് ബൈബിൾ പഠിക്കുവാൻ, വചനം പഠിക്കുവാൻ ഒരിടമില്ല, നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ആ പിതാവിൻ്റെ ആ കണ്ണുനീരും ആഹ്വാനം കേട്ട് കിട്ടി. പ്രിയമുള്ളൊരു തിരുമേനിമാരുടെ കൂടെ പോകുമ്പോൾ ഷമ്മാശന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ സഭാവിശ്വാസികൾക്കുണ്ടല്ലോ. അങ്ങനെ ചെറിയ ടിപ്പെന്നോ കൈമുത്തെന്നോ എങ്ങനെ വേണേ പറയാം. സിംഗപ്പൂർ ഡോളറിന് അന്ന് 26 രൂപ വിലയുള്ള സമയമാണ്. എനിക്കും കിട്ടി ഒരു 2 ലക്ഷം രൂപയോളം അടുപ്പിച്ചുള്ള ചെറിയ കൈമുത്തുകൾ, ഇന്ത്യൻ മണി. ആ സിംഗപ്പൂർ ഡോളറുമായി തിരികെ അവിടെ നിന്ന് മുസ്തഫ എന്ന് പറയുന്ന വലിയ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ലഭിച്ചു. അതുമായി തിരികെ അതൊക്കെ വാങ്ങിച്ചതിൽ നിന്ന് തിരുവദ്രാസിന് അധിപനായിരിക്കുന്ന അഭിയന്യ എപ്പിപ്പാനോസ് തിരുമേനി, അന്ന് ഉമ്മനച്ചനായി ആ പള്ളിയുടെ വികാരിയായിരുന്നു തിരുമേനിയാണ്. കൊച്ചു ഷമ്മാസിനൊക്കെ എനിക്ക് പട്ടം വെക്കുവാനുള്ള കാപ്പ തുണി വരെ തിരുമേനി വാങ്ങി. ഇതെല്ലാം കൊണ്ട് മലേഷ്യ വരുമ്പോൾ അവിടെ പള്ളിയുടെ ഹോസ്റ്റലിലുണ്ട്, സ്റ്റുഡൻസ് ഹോസ്റ്റലിലാണ് ഞാൻ താമസിച്ചത്. ബാബ തിരുമേനിയുമായി അന്ന് ലോകത്തിൻ്റെ വലിയ അത്ഭുതമായ മലേഷ്യയിൽ കോലാലംപൂർ ടിൻ ടവർ കാണുവാൻ പോയി. ഞാനും കൂട്ടത്തിൽ പോയി. അവിടെ ചെന്ന് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട്, സെക്കൻഡ് കൊണ്ട് അങ്ങ് മണ്ടയിൽ പോയി. ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലം അന്ന് അതായിരുന്നു. അവിടെ നിന്ന് ടെലിസ്കോപ്പിലൂടെ കാഴ്ചകൾ കണ്ടു. അവിടെ നിന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇനി സ്വർഗത്തേക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ, ഒരു ചെറിയൊരു ഏണി ഉണ്ടാകും കയറിപ്പം അങ്ങ് ആകാശത്തിൻ്റെ നെറുകയിലെത്തിയല്ലോ. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ റൂമിൽ ബാഗിൽ ഇഷ്ടം പോലെ പൈസ, സാധനങ്ങൾ, ഞാൻ നിൽക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്ത്, ഞാൻ നിൽക്കുന്നത് സഭയുടെ പരമാധ്യക്ഷത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ, ആ ബാബായുടെ കരത്തിൻ്റെ കീഴിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ഇത്ര ഭാഗ്യവാനാ, എത്ര ഷമ്മാശന്മാരെ അച്ഛന്മാരെ, എനിക്ക് വലിയൊരു ഭാഗ്യമാണല്ലോ കിട്ടിയെന്ന് ആഗ്രഹിച്ചു പോയി. പ്രിയമുള്ളവരെ, അടുത്ത സ്വിച്ച് ഇട്ടു, താഴെ വന്നു. അവർ കൊണ്ട് ഹോസ്റ്റലിൽ വിട്ടു, പള്ളിയുടെ അവിടെ വിട്ടു. താക്കോലെടുത്ത് മുറി തുറക്കാൻ ചെല്ലുമ്പോൾ മുറി തുറന്നു കിടക്കുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ബാഗില്ല, പണമില്ല, ലഭിച്ചതൊന്നുമില്ല. കുപ്പായം വലിച്ചു പറിച്ച് അവിടെ കിടപ്പുണ്ട്, അതുമാത്രം കൊണ്ടുപോയില്ല.
പ്രിയമുള്ളവരെ, ഒരു നിമിഷം സ്തംഭിച്ച് നിന്നുപോയി. വികാരി അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഷമ്മാഷ കഴിഞ്ഞ ആഴ്ച എൻ്റെ ലാപ്ടോപ്പാണ് പോയത്. ഷമ്മാഷിന് ഇച്ച പൈസയും സാധനമല്ല പോയുള്ളൂ, ഇതിവിടെ സ്ഥിരമാ, പോയത് പോയി, ഇതിലൊന്നും കാര്യമൊന്നുമില്ല, കിട്ടിയില്ലെന്നങ്ങ് ഓർത്തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അതും ധരിച്ചു, ദൈവമേ കിട്ടിയില്ലെന്ന് ഓർക്കാൻ എൻ്റെ മനസ്സിനെ ഒരുക്കണമേ. പ്രിയമുള്ളവരെ, ആ നിമിഷം ഞാൻ ദൈവത്തിൽ ശരിക്കും പണം എന്താണ്, ഈ ലഭിച്ച സാധനം എന്താണ്, നിന്ന സ്ഥലം എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എത്ര മോളിപ്പോയി നിന്നാലും, ആകാശത്ത് പോയി ചന്ദ്രനെ കൂട് കെട്ടിയാലും നിന്നെ താഴെ ഇടുമെന്ന് ദൈവം പറഞ്ഞ മനസ്സിലായി. ഇന്ന് എൻ്റെ ഇരിക്കുന്ന പണം നാളെ മാർക്കറ്റിൽ പോകുന്ന പണം, നാളെ ഈ പണം അസാധുവാക്കുമ്പോൾ ഈ ഇരിക്കുന്ന പേപ്പർ ആർക്കും വേണ്ടാതെ വഴി വലിച്ചെറിയുമെന്നുള്ള വലിയ ചിന്ത നയിച്ചു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പാഠം, സെമിനാരിയിൽ 5 വർഷം പഠിച്ചതിന് അപ്പുറമായി ലഭിച്ചതൊന്നും എൻ്റെ അല്ലെന്നുള്ളൊരു തിരിച്ചറിവ് ലഭിച്ചു. നമ്മളൊക്കെ പാടുന്ന, ഞങ്ങൾ ഗോസ്പൽ ടീമിൽ പാടുന്നൊരു പാട്ടാണ്, അറിയാവുന്നവർക്ക് ചേർന്ന് പാടാം. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല തന്നതല്ലേ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാ, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതമ്പോ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നതാ, നിൻ്റെ ജഡത്തിൻ്റെ ശൂലം അത് വേദന, അതവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപയുണ്ട് ഈ ബലഹീനതയിൽ, നീ നിഗളിക്കാൽ അഹങ്കരിക്കാതിരിപ്പാൻ ഞാൻ തന്ന രോഗമാണിത്. ഈ സാമ്പത്തിക പ്രതിസന്ധി നീ ഒന്ന് മുട്ടുമടക്കാൻ, കാലുമടക്കാൻ, കണ്ണുനീരൊഴുക്കാൻ, വീട്ടിൽ നിന്ന് മൈലുകൾ താണ്ടി ഈ പരിശുദ്ധൻ്റെ കബറിൽ വന്ന് ഒന്ന് കരയാൻ ദൈവം തന്ന അവസരമാണിത്. ഇത് അനുഗ്രഹമായിട്ട് കരുതണം പ്രിയമുള്ളവരെ. ഒരിക്കലൊരു വലിയ വിശ്വാസി ദൈവസന്നിധി ചെന്ന് പറയും, ദൈവമേ ഈ കുരിശ് എനിക്ക് വേണ്ട, ഇതൊരു വലിയ ഭാരമായിപ്പോയി. ഈ ഭാര്യ, അവൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഈ ഭർത്താവ് വീട്ടിൽ കയറാറില്ല, ഈ കുഞ്ഞുങ്ങൾ നീ ദാനമായി തന്നു, ഞാൻ ഒത്തിരി ചൊല്ലും ചോറും കൊടുത്ത് വളർത്തി, അനുസരണമില്ല, ഈ കുരിശ് എനിക്ക് വേണ്ട. അവിടെ ദൈവം പറഞ്ഞു, മകനെ ആ കുരിശ് നീ അവിടെ വെച്ചിട്ട്, അതുകൊണ്ട് ആ കിടക്കുന്ന കുരിശിൽ ഇഷ്ടമുള്ള കുരിശ് എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇവനവിടെ പോയി കുരിശ് ഓരോന്നെടുത്തു. അവൻ കൊണ്ടുവന്ന കുരിശ് ആ കൂട്ടത്തിലിട്ടിട്ട് തിരിച്ചും മറിച്ചും നീളവും മണ്ണവും ഭാരവും ഒക്കെ നോക്കി. മണിക്കൂറുകൾ കഴിഞ്ഞ് എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് അവനൊരു കുരിശും എടുത്ത് ചെന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം നോക്കി ചിരിച്ചു. ദൈവം നോക്കി ചിരിച്ചിട്ട് അവനോട് പറഞ്ഞു, മകനെ ഈ കുരിശായിരുന്നു ആദ്യം ഞാൻ നിനക്ക് തന്നത്, ഈ കിടക്കുന്ന കുരിശില്ല, ഇതിലും ഭാരമുള്ള കുരിശ, ഏറ്റവും ഭാരം കുറഞ്ഞ നിനക്കെടുക്കാവുന്ന ഒരു കുരിശാണ് ഞാൻ തന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ സന്തോഷത്തോടെ വരുമെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ വൈദികരുടെ മുമ്പിൽ പറയുന്ന, അച്ഛാ ഇതൊരു വലിയ കുരിശായിപ്പോയി, ആ മകുടമായ മാലയിൽ അണിയുന്ന കുരിശ് ഇതൊരു ഭാരമായിപ്പോയി. ഭർത്താവ് പറയും, ഈ രോഗം, ദുഃഖം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന കുരിശ്. വളരെ പ്രസിദ്ധനായ ഒരു പേർഷ്യൻ കവിയാണ് ഫർമൂസി. പേർഷ്യൻ അറബി ഭാഷയിൽ ഒത്തിരി കവിത എഴുതിയ ഫർമൂസി ഒരിക്കൽ ദേവാലയത്തിൽ വന്ന്
പ്രാർത്ഥിക്കുന്നത് എന്തിനെന്നറിയാമോ? താൻ പ്രസിദ്ധനായപ്പോൾ പല വേദികളിൽ തന്നെ അഭിനന്ദിച്ചുകൊണ്ട് പലരും ക്ഷണിക്കുമ്പോൾ പണമില്ലാത്തതുകൊണ്ട് കീറിപ്പറിഞ്ഞ വസ്ത്രവും ഇട്ട് കീറിപ്പറിഞ്ഞ സോക്സ് അതും ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അവിടെ ദേവാലയത്തിൽ വന്നു ബലിപീഠത്തിന് മുമ്പിൽ മുട്ടുകുത്തി, ഇവിടെ പലരും വന്ന് മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മളെപ്പോലെ ഫർമൂസിയും പ്രാർത്ഥിച്ചു. ദൈവമേ, നീ എനിക്ക് കഴിവ് തന്നു, നല്ല കവിത എഴുതാൻ എല്ലാവരുടെയും മുമ്പിൽ അറിയപ്പെടുന്നവനാക്കി. പക്ഷേ നല്ല കുറെ വസ്ത്രം ഇട്ടുവാൻ എനിക്ക് പണം തന്നില്ലല്ലോ. ഈ കീറിപ്പറിഞ്ഞ കാൽച്ചട്ട ഈ സോക്സ് ഒന്ന് കളഞ്ഞ് നല്ല ഒരു ജോഡി സോക്സ് വാങ്ങാൻ എനിക്ക് പണം തരണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഫർമൂസി പള്ളിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്ന് നോക്കുമ്പോൾ മുട്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവന് മുട്ടിന് താഴെ കാലില്ല. മുട്ടിൽ നിന്ന് ഫർമൂസിന് മുമ്പിൽ കൈ നീട്ടുക. അവൻ വെറുതെയല്ല കൈ നീട്ടുന്നത്, മുട്ടിൽ നിന്നുകൊണ്ട് അവൻ കൈ നീട്ടി, എനിക്ക് വിശക്കുന്നു, എനിക്ക് ആഹാരത്തിന് ഇച്ചിരി പൈസ തരുമോ? ഫർമൂസി അവൻ്റെ മുട്ടിന് താഴോട്ട് നോക്കി, കാണുന്നില്ല. ഫർമൂസിയുടെ മുട്ടിന് താഴെ നോക്കി, നല്ല 2 കാല്, 10 വിരള്. തിരിച്ചോടി പള്ളിയില് ആദ്യം പോയി നിന്നിടത്ത് നിന്ന് ഫർമൂസി വീണ്ടും പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണം, എനിക്ക് സോക്സ് വേണ്ട, വസ്ത്രം വേണ്ട, കാൽച്ചട്ട വേണ്ട, നീ എനിക്ക് കാല് തന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളുമായി വരുമ്പോൾ തിരിച്ചറിയണം, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ സ്നേഹിച്ചെന്നുള്ളത്, ദൈവം തന്ന നന്മ എന്തെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വലിയൊരു ചിത്രം ഫിലിപ്പിയ സഭയ്ക്ക് വരച്ചു കൊടുത്തു. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ലേഖനം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്: ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ, സമനായിരിക്കുന്ന സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ താഴ്ത്തി. ഈ ഒരു ഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. അവൻ ദൈവപുത്രനാണ്, ദൈവസമനാണ്. പക്ഷേ എനിക്ക് വേണ്ടി ആ ക്രൂശിലെ വേദനകൾ മൊത്തം സഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് കുരിശ് വരയ്ക്കാൻ എളുപ്പമാ, കുരിശ് മുത്താൻ എളുപ്പമാ. ബലഹീന അച്ഛന്മാർ ഞങ്ങൾക്ക് കുരിശ് മുത്തിക്കാൻ എളുപ്പമാ, കൈയെടുത്തങ്ങ് മുത്തിച്ചാൽ മതി. പക്ഷെ ഈ കുരിശ് എന്താണെന്നുള്ള, ആ കുരിശിന്റെ വേദന എന്തെന്ന് അനുഭവിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകുമോ? പ്രിയമുള്ളവരെ, 2-ാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ലോക ചരിത്രങ്ങളിൽ എഴുതപ്പെട്ട ഒരു സംഭവമാണ് ഡച്ച് പട്ടാള ക്യാമ്പെന്ന് നടന്ന ഒരു സംഭവം. ഒത്തിരി തടവ് പുള്ളികളെ പട്ടാള ക്യാമ്പിൽ പിടിച്ചു. പ്രിയമുള്ളവരെ, അവിടെ പട്ടിണിയുടെ ക്രൂരമായ പീഡനങ്ങളിലെ ആ പട്ടാള ക്യാമ്പിൽ നിന്ന് അവിടെ തടവറയിൽ അകപ്പെട്ട ഒരു തടവ് പുള്ളി രക്ഷപ്പെട്ടു. അതിൻ്റെ പട്ടാള ക്യാമ്പിൻ്റെ കമാൻഡർ വന്നപ്പോൾ ദേഷ്യപ്പെട്ട് കോപം കൊണ്ട് ജ്വലിച്ച് തോക്കെടുത്ത് ചൂണ്ടി ആയിരക്കണക്കിന് കിടക്കുന്ന ആ തടവ് പുള്ളികളോട് പറഞ്ഞു, 24 മണിക്കൂർ ഒരു ദിവസം രക്ഷപ്പെട്ടവൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 10 പേരെ ഞാൻ കൊല്ലും. 24 മണിക്കൂർ കഴിഞ്ഞു, രക്ഷപ്പെട്ടവൻ വന്നില്ല. അവൻ രക്ഷപ്പെട്ടു. ആ സമയത്ത് ആ മനുഷ്യൻ വന്നു, മുമ്പിൽ കണ്ട 10 പേരെ മുന്നിലേക്ക് വിളിച്ചു. അവിടെ നിർത്തി മറ്റുള്ളവർക്ക് വലിയൊരു ശിക്ഷ കാണിച്ചു കൊടുക്കാൻ 10 പേരെയും വെടിവെക്കുവാൻ അങ്ങനെ ആക്രോശിച്ച് നിൽക്കുക. ആ സമയത്ത് മുമ്പിലേക്ക് പിടിക്കപ്പെടാതെ അവിടെ തടവറയിൽ നിന്ന ഒരു യുവ തടവുകാരൻ ഓടി വന്ന് ആ കമാൻഡർ കാലിൽ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ല യജമാനെ, ഈ നിൽക്കുന്ന അവനെ കൊല്ലരുത്. ഇന്നലെ ഞാനും അവന് ഒരുമിച്ചാണ് കിടന്നത്. അവൻ ഒത്തിരി സ്വപ്നം എന്നോട് പറഞ്ഞു. ഇവിടെ അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിൻ്റെ മുഖം, രൂപം, ഭാവം, നാളെ എന്നെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുവാൻ ആഗ്രഹിച്ച് അവൻ സ്വപ്നം കണ്ടിരിക്കുക. എനിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ല, കുടുംബമില്ല, എന്നെ കൊന്നേക്ക്, ആ സ്വപ്നമുള്ള അവനെ വിട്ടേക്ക്. ആ കമാൻഡർ അത് സ്വീകരിച്ചു. അവൻ്റെ മുമ്പിൽ വെച്ച് ആദ്യം വെടിവെച്ചത് മുന്നിലേക്ക് കടന്നു വന്ന യുവ തടവുകാരന്, മാക്സ് മില്യൻ എന്നാണ് അവൻ്റെ പേര്, വെടിവെച്ച് കൊന്നു. പ്രിയമുള്ളവരെ, ഈ സംഭവം പലപ്പോഴും പലവരും വായിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ദൈവമേ, എന്നെങ്കിലും
ആ രക്ഷപ്പെടുത്ത് അവൻ പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ അവൻ കാണുന്ന കുഞ്ഞിൻ്റെ മുഖമാണോ? ഈ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി എൻ്റെ ജീവൻ തിരികെ തന്ന, എൻ്റെ മുമ്പിൽ രക്തമൊഴുക്കി പിടഞ്ഞ് മരിച്ച മാക്സിമില്യൻ്റെ മുഖമാണോ? മറന്നു പോകരുത് പ്രിയമുള്ളവരെ. തീർച്ചയായും ആ കുഞ്ഞിൻ്റെ കാല് വളരുമ്പോൾ, കൈ വളരുമ്പോൾ ഓരോ വളർച്ചയിലും അവൻ ഓർക്കുന്നത് മാക്സിമില്യൻ്റെ മുഖമായിരിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ വലിയ യാഗം അതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം ഉണ്ടാകട്ടെ. അവൻ സ്വർഗത്തിലിരിക്കാതെ ഇവിടേക്ക് ബേത്ലഹേം കല്ലിടാവിൽ നിന്ന് ഗൊൽഗുത്തായിലെ ആ മലമുകളിലേക്ക് കുരിശുമായി പോയത് എൻ്റെയും നിങ്ങളുടെയും ഭാരത്തിനും പാപത്തിനും യാഗമായി തീരുവാനായിരുന്നു. മാത്രമല്ല പ്രിയമുള്ളവരെ, ആ വലിയ കുരിശ് ചാട്ടവാറടിയും വിലാപ്പുറത്തുള്ള കുത്തും തലയിലെ മുൾക്കിരീടവും കയ്യില് ആ കാരിരും ബാണികളും ഒരിക്കലും ഞാനും നിങ്ങളും മറക്കരുത്. പരിശുദ്ധ പരിമള തിരുമേനിയുടെ ജീവിതം പരിമള തിരുമേനി ആയെങ്കിൽ ആ കൊച്ചു തിരുമേനിയുടെ ജീവിതത്തിൽ വേർപാടുകളും രോഗങ്ങളും ദുരിതങ്ങളുമായിരുന്നു. പക്ഷെ ഇന്ന് വലിയ മധ്യസ്ഥനായ സഭയ്ക്ക് വേണ്ടി നാനാജാതി മതസ്ഥരായിരിക്കുമ്പോൾ ഇവിടെ ഞാൻ കടന്നു വരുമ്പോൾ ഒരിക്കലും പെറുപെറുപ്പോട് വരരുത്. 1 വട്ടമല്ല 3 വട്ടമല്ല, എൻ്റെ ആവശ്യങ്ങൾ ദൈവം സാധിച്ചു തരുന്നോളം ഈ പരിശുദ്ധന്റെ ഖബറിൽ വരണം. എൻ്റെ കണ്ണുനീര് അത് തീരുവോളം കടന്നു വരണം. അവിടെ ദൈവം എന്നെ ഉന്നത ശിഖരങ്ങളിലേക്ക്, നഷ്ടമായി ഒരു കുഞ്ഞു പോയെങ്കിൽ 2 കുഞ്ഞിനെ തരുവാൻ, എൻ്റെ ഭർത്താവ് പോയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കൈപിടിക്കുവാൻ ശക്തനായ മണവാളനായ ക്രിസ്തു എനിക്ക് വേണ്ടി ഒന്നുള്ള വലിയ ബോധ്യം നമ്മളെ ഭരിക്കണം. അവിടെ ഇസ്രായേൽ ജനം പിറുപിറുത്തു, എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയി. അവിടെ യെശയ്യാ പറഞ്ഞു, ബാല്യക്കാർ തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമകന് പറയും, കോംബ്ലാൻ്റെ ഒരു പരസ്യമുണ്ടായിരുന്നു. കോംബ്ലാൻ്റെ പണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ആ പരസ്യം ഇങ്ങനെ, ഞാൻ വളരുകയല്ലേ മമ്മി, കോംബ്ലാൻ കഴിച്ചാൽ മതി, വളർന്നാൽ മതി. കുഞ്ഞുങ്ങളുടെ വളർച്ചയാ. യുവാവും യുവതിയും പറയും, അപ്പ വിഷമിക്കണ്ട, അമ്മ എന്തിനാ കരയുന്നേ, ഞാൻ എഞ്ചിനീയർ അല്ലേ, ഞാൻ നേഴ്സല്ലേ, ഞാൻ ജോലി വാങ്ങിത്തരാം, കാശ് തരാം. പക്ഷേ പ്രിയപ്പെട്ട അപ്പച്ചി ഇവിടെ ഇരിപ്പുണ്ട്, അപ്പച്ചൻ ഇരിക്കുന്ന പറയിൽ എന്ത് പറയാ, അച്ഛാ എല്ലാം തീർന്നു അപ്പച്ച, അച്ഛാ ഇനി 6 അടി മണ്ണ് അങ്ങ് പോയാൽ മതി, എല്ലാം തീർന്നു, കാല് നോക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, എണ്ണിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, മക്കളെയും പ്രതീക്ഷ അതും പോയി, ഒരു പ്രതീക്ഷയുമില്ല അപ്പച്ചനും അമ്മച്ചി. പക്ഷേ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ബാല്യക്കാർ തളർന്നു വീഴും, യൗവനക്കാർ ഇടറി വീഴും, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. കഴുകൻ എന്ന പക്ഷിയെ പറ്റി 30 പ്രാവശ്യം വേദോസ്തി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, വലിയ മരത്തിൻ്റെ മുകളിൽ ഇത് മുട്ടയിടും, നല്ല മാംസപുഷ്ടിയുള്ള കുഞ്ഞുങ്ങൾ വരും, തുകലുകൾ വരും. ഈ തള്ളക്കഴുകൻ ചിറകൊക്കെ ആയി കഴിയുമ്പോൾ ദൂരേന്ന് തീറ്റി കൊടുക്കും. തീറ്റി കൊടുത്താലും ചിറക് വിഴിഞ്ഞാലും പറക്കാൻ പാകമായാലും ഈ കുഞ്ഞു കഴുകന്മാർ മടിയരായി കൂട്ടിലിരിക്കും. ഒരു സമയം കഴിയുമ്പോൾ ഈ തള്ളക്കഴുകൻ ആ കുഞ്ഞു കഴുകൻ്റെ തൊക്കില് അത് അതിൻ്റെ ചുണ്ടിൽ കൊത്തിയെടുത്ത് മരത്തിൻ്റെ മുകളിൽ നിന്ന് അതിനെ താഴേക്ക് അങ്ങിടും. പക്ഷെ കുഞ്ഞിനറിയില്ല, താഴേക്ക് വീഴും. ചിറക് അനക്കുമെങ്കിലും ഈ തള്ളക്കഴുകൻ റാഞ്ചി വന്ന ചിറക് വിടർത്തി ആ കുഞ്ഞിനെ തൻ്റെ ചിറകിലെടുക്കും. വീണ്ടും പ്രിയമുള്ളവരെ, വീണ്ടും അങ്ങനെ പലവട്ടം താഴേക്ക് തള്ളിയിട്ട് ആ ചിറകിലെടുത്ത് മുകളിൽ പോയി ചിറകമടക്കി താഴേക്ക് തള്ളിയിടുമ്പോൾ അറിയാതെ കുഞ്ഞു കഴുകന്മാർ ചിറകടിച്ചടിച്ച് തന്നെ പറക്കുവാൻ തുടങ്ങും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ തള്ളക്കഴുകനായ ക്രിസ്തു ഈ ലോകത്തിൻ്റെ ജീവിത പാഠം പഠിപ്പിക്കല്ല, സ്വർഗീയ യെരൂശലേമിലേക്കുള്ള പറക്ക പഠിപ്പിക്കല്ല. രോഗവും ദുഃഖവും പ്രതിസന്ധിയും പഴിയും നിന്നയും ഒക്കെ തരുമ്പോഴും അവൻ താഴെ നമ്മളെ തള്ളിക്കളയില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്തൊരു ദൈവമാണ് നമുക്കുള്ളത്. നാം മറന്നു പോകരുത്. താളടിയായി അവൻ നമ്മെ തള്ളിക്കളയില്ല. നമ്മൾ പാടുന്നൊരു പാട്ടാണ്, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിതനായവനേ നീയൻ ആശ്രയം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ക്രൂശിതനായ ഒരു ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട്
കഴുകനെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പൗലോസ് ശ്ലീഹ തന്നെ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിട്ടിരിക്കുന്നു. തീമോഥെയോസിന് 2-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഞാൻ നല്ല പോർ പൊരുതി. ആ വാക്കിൻ്റെ അർത്ഥം എന്തോ? പോർ പൊരുതണം. പോരാണിത്. ഈ രോഗം പോരാണ്. എണ്ണിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, മരുന്ന് കഴിക്കാൻ വയ്യ. ഈ ഭാരം പോരാണ്. ഈ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്ത വലിയൊരു പോരാണ്. അത് പൊരുതണം. അവിടെ നീതിയുടെ കിരീടം എനിക്ക് ദൈവം തരുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. 1 യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. എന്നിതൊക്കെ ഓർപ്പിച്ച് ദൈവവചനമായതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നല്ല പോർ പൊരുതി വിശ്വാസം കാക്കാം. ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാം. ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ പെറുവെറുപ്പില്ലാതെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു നിമിഷം കൂടി കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനോ നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിൻ. കരുതുന്നവനായ ദൈവമേ, ഭാരങ്ങൾ പ്രയാസങ്ങൾ അവിടുന്നെല്ലാം അറിയുന്നല്ലോ. ഞങ്ങളുടെ ശരീരത്തിലെ രോമം പോലെ എണ്ണിത്തിട്ടപ്പെടുത്തിയ സർവശക്തനായ ദൈവമേ, പലപ്പോഴും ജീവിതത്തിൽ തിരുസനിൽ ഞങ്ങൾ പെറുപെറുത്തിട്ടുണ്ട്, വിശ്വാസം വിട്ട് ഓടിയിട്ടുണ്ട്. എന്തിനീ പരീക്ഷണങ്ങൾ, എനിക്കിത് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എൻ്റെ വഴി യഹോവയ്ക്കും അറിഞ്ഞിരിക്കുന്നു, എൻ്റെ നേർച്ച എൻ്റെ പ്രാർത്ഥന ദൈവം കാണാതെ കടന്നുപോയി എന്ന് പലവട്ടം ഉരുവിട്ടിട്ടുണ്ട്. ദൈവമേ, ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ വന്ന് എത്രയോ വട്ടം അവിടുന്നെല്ലാം കാണുന്നില്ലോ നാഥാ, നീ എന്നെ ശക്തനാക്കുന്ന, അശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാവിനാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, കഴുകനെ പോലെ ചിറകടിച്ചുയരുവാൻ, എല്ലാവരും തളർന്നു വീണാലും അങ്ങയുടെ പരിശുദ്ധാത്മാവാൽ ശക്തി പ്രാപിച്ച ഉയരങ്ങളിലേക്ക് പറക്കുവാൻ, ഉയരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ തിരുസലിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെ പരിപാലിക്കണമേ. ഏതാവശ്യത്തോടെ ഇവിടെ കടന്നു വന്നോ എല്ലാം അറിയുന്ന ദൈവമേ, ആ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുന്നു. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിലൂടെ അനുഗ്രഹിക്കണമേ. വീണ്ടും ഞങ്ങളേക്ക് കടന്നു വരുവോളം, അങ്ങയുടെ തിരുസാന്നിധ്യം കാണുവോളം ഉള്ളംകരങ്ങൾ കാത്തുകൊള്ളണമേ. ഞങ്ങളെന്നാളും നിനക്ക് നിൻ്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിച്ച് തന്നെ. ആമേൻ. വിലഹനായി എനിക്കൊരവസരം തന്ന MC കുര്യാക്കോസ് അച്ഛനോട്, റംബാച്ചനോട്, എല്ലാ പ്രിയപ്പെട്ടവരിലും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.